ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പാർട്ട് 2 ആണ്. അപ്പം പ്രീവിയസ്ലി നമ്മൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്തായിരുന്നു എന്തൊക്കെയാണ് വേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി 10 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട് സെഷൻ ആയിരിക്കും. അപ്പോൾ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. If 2000 is invested at a simple interest rate of 5% per annum and the interest is added to the principal after 10 years, then in how many years will it amount to rupees 4000 at the same rate of interest? അതായത് എനിക്ക് 10 വർഷം കൊണ്ട് 5% പലിശ നിരക്കിൽ 2000 രൂപയിൽ എത്രയോ എമൗണ്ട് കിട്ടി. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു വർഷം 5%, അങ്ങനെ എത്ര വർഷമുണ്ട്? 10 വർഷം. അപ്പം ഒരു വർഷം 5%, അങ്ങനെ 10 വർഷം. അപ്പോൾ 5 × 10, മൊത്തത്തിൽ 10 വർഷം കഴിയുമ്പോൾ ഇട്ട പൈസയുടെ 50% എനിക്ക് എന്തായിട്ട് കിട്ടും? ഇട്ട പൈസയുടെ, അതായത് 2000 രൂപയുടെ 50% എനിക്ക് 10 വർഷം കഴിയുമ്പോൾ പലിശയായിട്ട് കിട്ടും. അപ്പോൾ ഇട്ട പൈസയുടെ 50% എന്ന് പറഞ്ഞാൽ 50% എന്ന് പറഞ്ഞാൽ എത്ര? പാതി. എന്തിൻ്റെ ഒരു 50% എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാതി എടുക്കുക എന്നുള്ളതല്ലേ. അപ്പം ഇട്ട പൈസ എത്ര? 2000. 2000ൻ്റെ പാതി എത്ര? 1000 രൂപ എനിക്ക് പലിശ കിട്ടി. ആ പലിശയും കൂടെ ചേർത്ത് ഇപ്പോൾ എത്ര എമൗണ്ട് ഉണ്ട്? എൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ മനക്കണക്ക് ചെയ്തോണേ. അതായത് ഒരു വർഷം 5%, അങ്ങനെ 10, ഓരോ വർഷവും വെച്ച് 10 വർഷമാകുമ്പോൾ 50% ആയിരിക്കും ഇട്ട പൈസയുടെ 50% ആയിരിക്കും എനിക്ക് പലിശയായിട്ട് കിട്ടുന്നത്. അപ്പോൾ 2000ൻ്റെ 50%, അല്ലെ 2000ൻ്റെ പാതി എത്ര? 1000. 1000 കൂടെ കൂടി 10 വർഷം കഴിയുമ്പോൾ എമൗണ്ട് 2000 + 1000 എത്ര ആയിരിക്കും? 3000 രൂപയായിരിക്കും ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇനി ഇതും കൂടെ ഞാൻ ചേർത്തിട്ട് ഇതാണ് ഇനി എൻ്റെ പ്രിൻസിപ്പളായിട്ട് ഞാൻ കൂട്ടി പോവുകയാണെങ്കിൽ അത് എത്ര വർഷം കഴിയുമ്പോഴാണ് 4000 രൂപയാവുന്നത്? ഈ 3000 അല്ല, ടോട്ടൽ ആദ്യം മുതൽ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര വർഷം കഴിയുമ്പോഴാണ് അത് 4000 ആവുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കേ, 3000 ആണ് ഇപ്പോഴത്തെ എൻ്റെ ന്യൂ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. എമൗണ്ട് എത്ര? 4000. അതായത് 4000 - 3000 എത്രയാണ് പലിശ? 1000. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR/100ൽ ഇട്ട് കൊടുക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? 1000 ഈസ് ഈക്വൽ ടു ഇപ്പോഴത്തെ പ്രിൻസിപ്പിൾ 3000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് അറിയത്തില്ല, റേറ്റ് 5%/100 ചെയ്യാൻ നേരം 1000/150 ആയിരിക്കും എൻ്റെ N എന്ന് പറയുന്നത്. അതായത് ഇത് എത്ര വരും? പോയിട്ട് 5 കൊണ്ട് ഇട്ടാൻ നേരം 3, 20/3, അതായത് 6 & 2/3 ഇയേഴ്സ്. N എത്ര വരും? 6 × 2/3 ഇയേഴ്സ്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്ര? 3000 രൂപയായ ശേഷമാണ് 6 × 2/3 ഇയേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 10 + 6 × 2/3 എത്ര വരും? 16 × 2/3 ഇയേഴ്സ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇങ്ങനെ ഈ ഒരു രീതിയിൽ മനക്കണക്ക് ചെയ്തത്, എസ്പെഷ്യലി 50%, 25% എന്നൊക്കെ പറഞ്ഞാൽ 50% എന്ന് പറഞ്ഞാൽ പാതി, 25% എന്ന് പറഞ്ഞാൽ പാതിയുടെ പാതി, അങ്ങനെ ആലോചിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിവിടെ ബാക്കി ഇതിൻ്റെ ഇക്വേഷൻ എഴുതുപോലും വേണ്ട. ഇതും നമുക്ക് മനക്കണക്ക് ചെയ്യാം. എങ്കിലും ഇൻ കേസ് 6 × 2/3 ഫ്രാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്ലാരിറ്റിക്ക് എഴുതിയെന്നേ ഉള്ളേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ എന്നാ പറയുന്നത്? How long will a sum of money take to double if it is invested at 9.09% per annum simple interest? അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം, എപ്പോഴും പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല തറവായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇനി അങ്ങോട്ട് പോകുന്ന അഡ്വാൻസ് ടോപ്പിക്കിലെ എളുപ്പ വഴികൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നല്ല രീതി പേഴ്സൻറ്റേജിൻ്റെ കൺവേർഷൻസും പേഴ്സൻറ്റേജിൻ്റെ കൺസെപ്റ്റ് ഉറച്ചില്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റേഴ്സിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോകും. അപ്പോൾ നോക്കിയാൽ 9.09% എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫ്രാക്ഷൻ എത്ര? 1/11. ഇത് പഠിച്ചു വെച്ചോണം. ഫ്രാക്ഷൻസ് നമ്മൾ പേഴ്സൻറ്റേജ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, കൺവേർഷൻസിൻ്റെ ഒരു ടേബിൾ പഠിച്ചു വെക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് അതായത് 50 King സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസിൽ തുടക്കത്തിൽ നമ്മൾ പേഴ്സൻറ്റേജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺവേർഷൻ ലിസ്റ്റും ചാപ്റ്റേഴ്സും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മസ്റ്റായിട്ടും പഠിച്ചോണേ. കാണാത്തവർ നമ്മുടെ ചാനലിൽ അതുകൊണ്ട് അത് കയറി വാച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് കാണുന്നവരുണ്ട്, അത് വാച്ച് ചെയ്ത ശേഷം മാത്രം ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിനായിട്ട് ഉപയോഗിക്കുക. അപ്പം നോക്കിയേ, നമ്മൾ ഇട്ട പൈസ P ആണെങ്കിൽ ഓക്കെ, അത് എത്രയോ വർഷം കഴിയുമ്പോൾ ഡബിൾ ആവും, 2P ആവും. അതായത് എത്ര കൂടി P 2P ആവണമെങ്കിൽ ഒരു P കൂട്ടി. അപ്പം കൂടുതൽ അഡീഷണൽ കിട്ടിയ പൈസ ആണല്ലേ ഇട്ടതിനെ കൂടാതെ അഡീഷണൽ കിട്ടുന്ന പൈസയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR/100. അതിനകത്ത് എന്നാ വരും? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര? P, ഇട്ട പൈസ P ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് അറിയത്തില്ല,
ഇനിയും R/100 ഒന്നെങ്കിൽ 9.09/100 എന്നിടണം, അല്ലെങ്കിൽ ഇതിനൊറ്റയടിക്ക് നമുക്ക് ഈ ഫ്രാക്ഷൻ ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് 9.09/100നെ 1/11 നമുക്ക് ഫ്രാക്ഷനിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ P × 1/100 അല്ലേ, പിയും 1/11 സിമ്പിൾ ചെയ്യുന്ന നേരം എന്നാ വരും, പിയും പിയും പോയി, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 11 ഇയേഴ്സ് ആയിട്ട് വരും. ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എം എന്ന് പറയുന്ന പൈസ 2 വർഷം കഴിഞ്ഞപ്പോൾ 18,000 രൂപയായി എന്ന് ക്വസ്റ്റ്യന് പറയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ആ സെയിം എമൗണ്ട് 5 വർഷം കഴിയുമ്പോൾ 22,500 രൂപയായി എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു 2നും 5 വർഷത്തിനും ഇടയ്ക്ക് എത്ര വർഷമുണ്ട്? 3 വർഷം കൊണ്ട് 3 ഇയേഴ്സ് കൊണ്ട് എത്ര രൂപ കൂടി? 18,000 നിന്ന് 22,500 ആയി. എത്ര രൂപ കൂടി? 4,500 രൂപ കൂടി. അപ്പം 3 വർഷം കൊണ്ട് 4,500 കൂടിയെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ എത്ര രൂപ വെച്ചാൽ കൂടുന്നത്? 4,500/3 4,500/3 1,500 റുപ്പീസ് ആയിരിക്കും കൂടുന്നത്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ്, ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? കാരണം എന്താ, ഓരോ വർഷം കഴിയുമ്പോഴും എത്ര കൂടുന്നു, അഡീഷണൽ കിട്ടുന്നു, ആ പൈസയല്ല നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 വർഷം കഴിയുമ്പോൾ 1,500 രൂപ കൂടുതൽ കിട്ടുന്നു. ഇനി നോക്കിക്കേ, 2 വർഷം കഴിയുമ്പോൾ, അങ്ങനെയാണ് 2 വർഷം കഴിയുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല കണ്ടുപിടിക്കേണ്ടത്. 1 വർഷം 1,500 കൂടി, 2 വർഷം കഴിയുമ്പോഴോ 3,000 രൂപ കൂടും. അതായത് ഇട്ട എം എന്ന് പറയുന്ന രൂപ 3,000 കൂടി 2 വർഷം കഴിഞ്ഞപ്പോഴാണ് 18,000 രൂപയായത്. അതായത് എം പ്ലസ് 3,000 ആണ് 18,000. ഇതിങ്ങനെ ചെയ്യാൻ നിൽക്കല്ലേ, കാണുമ്പോൾ തന്നെ ഡിഫറൻസ് എടുത്തോണം. അപ്പോൾ ഇട്ട പൈസ എന്ന് പറയുന്നത് 18,000 മൈനസ് 3,000 15,000 റുപ്പീസ് ആയിരിക്കും. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? റേറ്റ് എന്ന് പറയുന്നത് എത്ര അഡീഷണൽ കിട്ടി, ഓരോ വർഷവും എത്ര അഡീഷണൽ വെച്ച് കിട്ടും? 1,500 വെച്ച് കിട്ടും. അപ്പം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 1,500. 1 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര കൂടുതൽ കിട്ടും? 1,500 കൂടുതൽ കിട്ടും. എത്ര ഇടുമ്പോൾ? 10,000 ഇടുമ്പോൾ. അപ്പോൾ 10,000-ൽ 1,500 കൂടുതൽ കിട്ടും. പെർസെൻറ്റേജ് കാണാൻ × 100 ഇടും. ഇതല്ലേ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ 10,000-ൽ 1,500 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 1, 2, 3 10% അല്ലേ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 1 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തു പോകണം. നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു വളരെ ബേസിക് ക്ലിയർ അല്ലാത്തവർ ഇത് കാണില്ല. കാരണം മാത്സിൽ അത്യാവശ്യം ബേസിക്സിന് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തമ്മിൽ ബാക്ക് ടു ബേസിക്സ് ആണെങ്കിലും റിവിഷൻ സീരീസ് ആണ്. ബേസിക്സ് ഒന്ന് റിവിഷൻ ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് കുറച്ച് ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ കുറേ നാൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പിന്നെയും റിഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിഫ്രഷ് ചെയ്ത് മോക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലുള്ള വളരെ ഹെൽപ്ഫുൾ ആവുന്നൊരു സീരീസ് ആയിരിക്കും. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5 വർഷം കൊണ്ട് ഒരു എമൗണ്ട് ഇത്രയും രൂപയായി, 6 വർഷം കൊണ്ട് ഇട്ട പൈസ ഇത്രയും രൂപയായി. അതായത് 6ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം. 1 വർഷം കൊണ്ട് എത്ര രൂപ കൂടി? 11,076 മൈനസ് 10,650 എത്ര വരും? 350 426 റുപ്പീസ് വരും. അതായത് ഓരോ വർഷം കഴിയുമ്പോഴും 426 രൂപ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എത്ര രൂപയായിരിക്കും കൂടി കിട്ടുന്നത്? 426 × 5 എത്ര? 216.0 റുപ്പീസ്. 1 വർഷം കൊണ്ട് 426 ആണ്. 5 വർഷം കഴിയുമ്പോൾ എത്ര കൂടും? 426 × 5 21,330 റുപ്പീസ് ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, 10,000 എൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എത്ര? 5 വർഷം കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പിളിൻ്റെ കൂടെ ഈ 2,130 രൂപയും കൂടെ കൂടുമ്പോഴാണ് എത്ര രൂപയാവുന്നത്? 10,650 റുപ്പീസ് ആവുന്നത് അല്ലേ? എങ്കിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 10,650 മൈനസ് 2,130 എത്ര വരും? 205 8,520 റുപ്പീസാണ് എൻ്റെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നോക്കിക്കേ,
എത്രയോ പൈസ ഞാൻ ഇട്ടു, ഇട്ട പൈസ പി ആണെന്ന് വെച്ചോ, അത് എത്രയോ വർഷം കഴിയുമ്പോൾ ഡബിൾ ആവും എന്ന് പറഞ്ഞാൽ ഇട്ട പൈസ പി ആണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ 2p ഇരട്ടി പൈസ ആയിട്ട് വരും എമൗണ്ട്. എങ്കിൽ ഈ സെയിം രൂപ എത്ര വർഷം കൊണ്ടാണ്? 10 ഇയേഴ്സ് കൊണ്ട്. അതല്ല പറഞ്ഞേക്കുന്നത്. ഇനിയും ഇത് എത്ര വർഷം കഴിയുമ്പോൾ ട്രിപ്പിൾ ആവുമെന്നാണ് പറഞ്ഞത്. അതായത് ഇട്ട എമൗണ്ട് 3p ആവുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇട്ട എമൗണ്ട് ട്രിപ്പിൾ ആവുന്നത്. നോക്കിക്കേ, എപ്പോഴും സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലായിരിക്കും പോകുന്നത്. അതായത് ഇപ്പം ഞാൻ p രൂപ ഇട്ടു, ഓക്കെ, ഇവിടെ നോക്കിക്കേ, 10 വർഷം കഴിഞ്ഞപ്പോൾ എത്ര? 1p കൂടി. 10 വർഷം കഴിഞ്ഞപ്പോൾ 1p കൂടി. ഈ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? പലിശയും കൂടെ ചേർത്താണ് എമൗണ്ട് വരുന്നത്. അപ്പം പലിശയും കൂടെ കൂടി. ഇവിടെ എത്ര പലിശ? ഇട്ട പൈസ 2p ആയിട്ട് മാറി. അതായത് 1p കൂടി, 1p രൂപ കൂടി. അപ്പം കൂടുന്നത് സെയിം ആയിരിക്കും, എല്ലാ വർഷവും കിട്ടുന്ന പലിശ സെയിം ആയിരിക്കും, അല്ലെങ്കിൽ കൂടുന്നത് സെയിം എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ആദ്യം p ഇട്ടു, ഇൻട്രസ്റ്റ് കൂട്ടി, ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് ഇയർ ഗ്യാപ്പ് നോക്കിക്കോണം. ഇത് എത്ര ഇയർ ഗ്യാപ്പാണോ, ഈ ഇയർ ഗ്യാപ്പ് കഴിയുന്ന അനുസരിച്ച്, അതായത് ഓരോ 10 വർഷം കഴിയുമ്പോഴും എനിക്ക് p രൂപയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത 10 വർഷം കഴിയുമ്പോഴോ, അടുത്ത 10 വർഷം കഴിയുമ്പോൾ പിന്നെയും ഒരു p കൂടും, കൂടി 3p ആയിരിക്കും. അടുത്ത 10 വർഷം കഴിയുമ്പോൾ എത്ര? പിന്നെയും ഒരു p കൂടി 4p ആവും. അതായത് നോക്കിക്കേ, ഇട്ട പൈസ p ആണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി അല്ലേ 3p എന്ന് പറയുന്നത്. ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നതും അതല്ലേ. എത്ര നാളെടുക്കും? 10 പിന്നെയും 10, 20 വർഷം കഴിയുമ്പോൾ ഇട്ട പൈസയുടെ 3 ഇരട്ടി ആയിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് ഫോർ 6 years ഈസ് ₹29,250. The rate of interest for the first 2 years is 7% per annum and for the next 4 years is 16% per annum. അപ്പോൾ നോക്കി, മൊത്തത്തിൽ ടോട്ടൽ പീരീഡ് എന്ന് പറയുന്നത് 6 വർഷമല്ലേ. അതിനെ ആദ്യത്തെ 2 വർഷവും പിന്നീടുള്ള 4 വർഷവുമായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. ഇനിയും ആദ്യത്തെ 2 വർഷത്തിൽ എൻ്റെ റേറ്റ് എത്ര? 7%. അടുത്ത റേറ്റ് എന്ന് പറയുന്നത് 16%, രണ്ടാമത്തെ കേസിലെ റേറ്റ്. അപ്പോൾ ഓരോ വർഷവും എൻ്റെ പ്രിൻസിപ്പിൾ ലെറ്റ് ബി 100x എന്ന് എടുത്തോ, എൻ്റെ പ്രിൻസിപ്പിൾ 100x ആയിട്ട് എടുത്തോ. അപ്പോൾ ആദ്യത്തെ റേറ്റ് R1 എന്ന് പറയുന്നത് 7%. ഓക്കെ, അപ്പം 7% ഒരു വർഷം കിട്ടും. ഇടുന്ന പൈസയുടെ 7% ഒരു വർഷം കിട്ടും. അങ്ങനെ 2 വർഷമാകുമ്പോൾ എത്ര? 7 × 2 14%, മൊത്തത്തിൽ 14%. ആദ്യത്തെ ഫേസിൽ 7 × 2 ഇടുന്ന പൈസയുടെ 14% പലിശയായിട്ട് കിട്ടും. അപ്പം 100x-ൻ്റെ 14%. ഓക്കെ, ഇനിയും പറഞ്ഞേക്കുന്നത് എന്താ? അടുത്തത് ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ഈസ് എ സം? ഓക്കെ, പ്ലസ് ഇനിയും അടുത്ത 4 വർഷം, ഓരോ വർഷവും 16%, അങ്ങനെ 4 വർഷമുണ്ട്. അപ്പോൾ 16 × 4 100-ൻ്റെ 64%. അപ്പോൾ നമുക്ക് 100 ഇങ്ങനെ കോമൺ ആയിട്ട് എടുത്തുകൂടെ? 100-ൻ്റെ 64%. ഇതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് എത്ര? 29,250. അപ്പോൾ നോക്കിയേ, 100x-ൻ്റെ 64-ഉം 14-ഉം 78% എന്ന് പറയുന്നതാണ് 29,250. എങ്കിൽ 78x എന്ന് പറയുന്നത് 29,250 എക്സിൻ്റെ വാല്യൂ എത്ര? എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 29,250/78 × 6 അല്ലേ. അപ്പോൾ 6 കൊണ്ട് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ 78 ഡയറക്റ്റ് എടുത്തോ, 3 കൊണ്ട് പറ്റും. അപ്പം 210ഉം 24, 234. ക്ലിയർ അല്ലേ? 8, അപ്പം 8-ന്ന് 3 വന്നേരം 85. ഓക്കെ, അപ്പം 37,5 വരും, 375 വരും. എക്സിൻ്റെ വാല്യൂ എത്ര വരും? 375 വരും. സോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 100x ആയിരിക്കും. അതായത് 100 × 375, 375,000 റുപ്പീസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ സെക്കൻഡ് വിൽ ബി, അല്ലെങ്കിൽ ഓപ്ഷൻ 2 വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ
2/5. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഇത് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് CHSLന്. നോക്കിയേ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഞാൻ എത്രയോ പൈസ തുടക്കം ഇട്ടു. അപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ ഇട്ട പൈസയുടെ 2/5 ടൈംസ് ആണ് എനിക്ക് പലിശയായിട്ട് കിട്ടിയതെങ്കിൽ എൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പം 2/5ൻ്റെ അർത്ഥം എന്താ? 5 ആണ് പ്രിൻസിപ്പൾ എങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആഫ്റ്റർ 5 ഇയേഴ്സ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ പ്രിൻസിപ്പൾ എത്ര? 5. ഇനി നോക്കിക്കേ, 5 വർഷം കഴിയുമ്പോഴാണ്, 5 വർഷം കൊണ്ടാണ് എനിക്ക് 2 യൂണിറ്റ് കിട്ടുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ 1 വർഷം കൊണ്ട് എനിക്ക് എത്ര യൂണിറ്റാണ് കിട്ടുന്നത്? 2/5 യൂണിറ്റ് അല്ലേ കിട്ടുന്നത് അല്ലേ. അപ്പം എൻ്റെ റേറ്റ് പെർസെൻറ്റേജ് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5 രൂപ ഇട്ടാൽ, അതായത് പ്രിൻസിപ്പൾ എത്രയാണോ അതിൻ്റെ എത്ര ആയിരിക്കും എനിക്ക് 1 വർഷം കഴിയുമ്പോൾ കിട്ടുന്നത്. എത്ര കിട്ടുന്നത്? 1 വർഷം കഴിയുമ്പോൾ എത്ര യൂണിറ്റ് കിട്ടും? 5 യൂണിറ്റ് ആണ് പ്രിൻസിപ്പൾ എങ്കിൽ 1 വർഷം കഴിയുമ്പോൾ 2/5 യൂണിറ്റ് ആയിരിക്കും എനിക്ക് പലിശയായിട്ട് കിട്ടുന്നത്. അപ്പോൾ 5ൽ 2/5 ആയിരിക്കും എൻ്റെ പലിശ എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100 കൂടെ ചെയ്യണം. അപ്പോൾ എത്ര വരും? 2/25 ഇൻറ്റു 100 വെട്ടുമ്പോൾ 4, 8% ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 4 വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? ഞാൻ പറയാം, 2/5 5 വർഷം കഴിയുമ്പോൾ കിട്ടുന്നതെന്ന് പറയുന്നത് ഇട്ട പൈസയുടെ 2/5 ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ ഫ്രാക്ഷൻ ഒരു മീനിങ് ഉണ്ട്. എന്താ 2/5 എന്ന് പറഞ്ഞാൽ? ഇട്ട പൈസയുടെ 2/5 എന്ന് പറഞ്ഞാൽ ഇട്ട പൈസ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 ആണോ 5 ആണോ? 5. അതായത് 5ൽ 2 എനിക്ക് പലിശയായിട്ട് കിട്ടും. അപ്പോൾ 5 എന്ന് പറയുന്നത് പ്രിൻസിപ്പിളാണ്. 5 യൂണിറ്റ് പ്രിൻസിപ്പിളിനെ ആയിട്ട് എടുക്കാമെങ്കിൽ 2 യൂണിറ്റ് എന്താ? 5 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന പലിശയാണ്. പലിശ നമ്മൾ റേറ്റ് പെർസെൻറ്റേജ് കാണാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് 1 വർഷം കഴിയുമ്പോൾ എത്ര കൂടി കിട്ടും എന്നുള്ളതാണ്. 5 വർഷം കൊണ്ട് 2 യൂണിറ്റ് കിട്ടുമെങ്കിൽ 1 വർഷം കൊണ്ട് 2/5 യൂണിറ്റ് ആയിരിക്കും എനിക്ക് അഡീഷണൽ കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ 5 യൂണിറ്റിൽ 2/5 യൂണിറ്റ് എനിക്ക് പലിശ കിട്ടും. അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100 കൂടെ ചെയ്യുമ്പോൾ ഫൈനലി 2/25 ഇൻറ്റു 100 8% ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെത്തഡോളജി ഒന്ന് അറിഞ്ഞിരിക്കുക. ആദ്യം ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. എല്ലാ സബ്ജക്ട്സിൻ്റെയും നെസസറി ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെയും ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള സെഷനാണ് സർക്കിൾ സെഷൻ എന്ന് പറയുക. അതായത് ബേസിക് സർക്കിൾ. ആദ്യം വരുന്നത് ബേസിക് സർക്കിളാണ്. അപ്പോൾ ബേസിക് സർക്കിളിൽ നിങ്ങൾക്ക് മുമ്പ് ക്ലാസ്സിൽ പഠിപ്പിച്ച ഏത് ടോപ്പിക്കാണോ, കാരണം SSC, LSSC അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ്, ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയാലും പഠിച്ചു പോയിട്ട് കാര്യമില്ല, മാക്സിമം പ്രാക്ടീസും റിവിഷൻ വേണം. അപ്പോൾ അത് നടക്കുന്ന സെഷൻ ആയിരിക്കും സർക്കിൾ സെഷൻ. നിങ്ങളൊരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സർക്കിൾസ് ആക്കും. അവരായിരിക്കും ഇനി അങ്ങോട്ട് വരുന്നൊരു 4 മാസം നിങ്ങളുടെ സ്റ്റഡി പാർട്ട്നേഴ്സ്. അവരോടൊപ്പം നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ പോയ ക്ലാസ്സിൻ്റെ നോട്ടൊക്കെ അവരോട് തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് മൊണോട്ടോണസിറ്റി ഇല്ലാതെ, മടുപ്പില്ലാതെ നിങ്ങളുടെ പാർട്ട്നേഴ്സിനോടൊപ്പം കമ്പൈൻഡ് ആയിട്ട് പഠിച്ചു പോവാം. അപ്പോൾ അവിടെ നിങ്ങളെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, നിങ്ങളെ ഗൈഡ് ചെയ്യാനും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കുറേ അപ്ഡേറ്റ് ആക്കാനും ഞങ്ങളെപ്പോലുള്ള മെൻറ്റേഴ്സും ഹെൽപ്പ് ചെയ്യാനായിട്ട് കാണും. പിന്നെ വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. അപ്പോൾ എക്സ്ട്രീം സർക്കിളും ഒരു സർക്കിൾ സെഷനാണ്, ഒരു ഗ്രൂപ്പ് സ്റ്റഡി സെഷനാണ്. ബട്ട് എക്സ്ട്രീം സർക്കിളിൽ ഇതുവരെ ബേസിക് സെറ്റ് നന്നായിട്ടായവർക്ക് മാത്രം വേണ്ടിയിട്ട് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തും. അത് കട്ട് ഓഫ് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രീം സർക്കിൾ കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പം ലിമിറ്റഡ് ആയിട്ടായിരിക്കും എക്സ്ട്രീം സർക്കിളിൻ്റെ എൻട്രി. അവിടെ മെയിൻസ് ലെവൽ, കാരണം പ്രിലിംസ് പാസ്സായി മെയിൻസും കൂടെ പാസ്സായിട്ട് നമുക്ക് ജോലി കിട്ടിയിട്ട് ജോലിയല്ല വേണ്ട, അല്ലാതെ പ്രിലിംസ് പാസ്സായി എന്നുള്ള ടാഗ് അല്ലല്ലോ വേണ്ട. അപ്പം എക്സ്ട്രീം സർക്കിളിൽ പ്രിലിംസിന് അല്ലെങ്കിൽ ഏകദേശം മെയിൻസിൻ്റെയും പ്രിലിംസിൻ്റെയും ഒരുമിച്ചുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കും. മോസ്റ്റ് പ്രിഫറബിളി മെയിൻസ് ആയിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ബേസിക്സ് അത്യാവശ്യം സെറ്റ് ആക്കിക്കണം. വലിയ കട്ട് ഓഫ് ആയിരിക്കത്തില്ല, പക്ഷേ ഒരു മിനിമം മോഡറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ ക്ലാസ് ഡിലിജൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ അത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രീം സർക്കിൾ ഒരു 4 hour ഡ്യൂറേഷനിൽ നടത്തും. അവിടെയും നിങ്ങൾ സർക്കിൾസ് ആക്കി, ഗ്രൂപ്പ്സ് ആക്കിയിരുന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് സംശയം പഠിച്ച് അല്ലെങ്കിൽ ഷെയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അവിടെയും നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഞങ്ങളെപ്പോലുള്ള മെൻറ്റേഴ്സ് കാണും. ആൻഡ് പിന്നെ വരുന്നത് സൂപ്പർ ബാച്ച് ആണ്, അല്ലെങ്കിൽ ഫോക്കസ് ബാച്ച് എന്ന് പറയും. ഏത് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന് ശേഷം, ആ ഒരു നോട്ടിഫിക്കേഷന് ശേഷം തുടങ്ങുന്നൊരു ബാച്ച് ആയിരിക്കും. ഫോർ ദാറ്റ് ആ ഒരു കംപ്ലീറ്റ്ലി ഒരു 2 മാസം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിരിക്കും പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളെ സെറ്റാക്കുന്നത്. അതിന് ശേഷം വരുന്നത് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം അല്ലെങ്കിൽ റിപ്പ് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങളിപ്പം എക്സാംസിനൊക്കെ പഠിച്ചു, ഇനി അടുത്ത എക്സാം വരാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് ഉഴപ്പണ്ട എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് റാൻഡമായിട്ട് ഇവിടെ വരിക, നിങ്ങൾ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ വർക്കൗട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും.
ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മോക്ക് ഇൻ്റർവ്യൂ. അതായത് എല്ലാ PO എക്സാംസിൻ്റെ ബാങ്ക് PO എക്സാംസിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഏത് അറ്റിക്യൂറ്റിൽ നിങ്ങൾ അപ്പിയർ ചെയ്യണം, എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫിങ് നമുക്ക് അല്ലെങ്കിൽ അവയർനെസ്സും ഈ ലാസ്റ്റ് സെഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ പാനൽസ്, അസിസ്റ്റൻറ്റ് ജനറൽ മാനേജേഴ്സ് പോലുള്ള ആൾക്കാരുടെ ഒരു ക്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പാനലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ യൂസ്ഫുൾ ആയിരിക്കും, നല്ലൊരു എക്സ്പോഷർ കിട്ടും. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് കോച്ചിങ് ഉണ്ട്, ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ, വന്ന് പഠിക്കാനായിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം, മറിച്ച് ചില ആൾക്കാർക്ക് റെസ്പോൺസിബിലിറ്റീസോ അല്ലെങ്കിൽ ഇങ്ങ് വരെ ക്യാമ്പസ് അടുത്തില്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കാനായിരിക്കും താല്പര്യം. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ കംഫർട്ട് സോൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രിഫറബിൾ ഓപ്ഷൻ ഏതാണോ അതിനനുസരിച്ച് തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.